കത്തോലിക്ക സഭയുടെ 1930 സെപ്റ്റംബർ 20 പുനരയിക്കപ്പെട്ട ആ വലിയ സംഭവം അത് സഭാചരിത്രത്തിൽ മാത്രമല്ല നമ്മുടെ കേരള ചരിത്രത്തിലും വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ്. മാർ യോഹന്നാനോസ് പിതാവ് പുനരയിക്ക പ്രസ്ഥാനത്തിന്റെ പ്രണേതാവായിരുന്നു, സഭൈക്യത്തിന്റെ നേതാവായിരുന്നു എന്നുള്ളതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വ്യക്തിത്വം കൂടെ അഭിമന്യ പിതാവിനുണ്ടായിരുന്നു. അദ്ദേഹം ധന്യനായ മാർ യോഹന്നാനോസ് പിതാവ് ഒരു നവോത്ഥാനകനായി, അദ്ദേഹം ഒരു നവോത്ഥാനകനായിരുന്നു. നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച്, കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ കഴിഞ്ഞ വർഷം അടൂരിൽ വെച്ച് നടന്ന പുനരൈക്യ വാർഷികത്തിൽ നമ്മുടെ ബഹുമാന്യനായ മുൻ കേരള മുഖ്യമന്ത്രി മാർ യോഹന്നാനോസ് പിതാവ് കേരളത്തിന്റെ നവോത്ഥാന നായകരിൽ ഒരാളായിരുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി എന്നുള്ള വിവരം നമ്മളെല്ലാവരും കേട്ട ഒരു വസ്തുതയാണ്. അത് ഇതുവരെയും മറഞ്ഞു കിടന്ന ഒരു സത്യത്തെ അദ്ദേഹം വിളിച്ചു പറയുകയാണ് അന്ന് ചെയ്തത്. അദ്ദേഹം ഒരു നവോത്ഥാന നായകനായിരുന്നു മാർ യോഹന്നാനോസ് പിതാവ് എന്ന് ഒരു സുപ്രഭാതത്തിൽ കണ്ടുപിടിച്ചതല്ല. മാർ യോഹന്നാനോസ് പിതാവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതാണ്, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ്, ആധുനിക കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് മാർ യോഹന്നാനോസ് പിതാവിന്റെ. അദ്ദേഹം നവോത്ഥാനം, പുതിയ ഉത്ഥാനം, ഉണർവ് ഈ കേരളത്തിന് കൊടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു. അതായത് വിദ്യാഭ്യാസത്തിലൂടെയും പൊതുജനങ്ങളെ വളർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ഒരു ഉത്തരവാദിത്വം. നമുക്കറിയാമല്ലോ, 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്ന അയിത്തവും അതുപോലെയുള്ള മറ്റ് ദുരാചാരങ്ങളുമെല്ലാം, അതിനെയെല്ലാം ദൂരീകരിക്കുവാൻ മാർ യോഹന്നാനോസ് പിതാവിന്റെ മനസ്സിൽ അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ഒരേ ഒരു മാർഗമായിരുന്നു, വിദ്യാഭ്യാസത്തിലൂടെ ഈ നവോത്ഥാനം ഉണ്ടാക്കുക. അതിനുവേണ്ടിയായിരുന്നു മാർ യോഹന്നാനോസ് പിതാവ് കൊച്ചിയില്, അന്ന് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടില്ല, അതിനുണ്ടായിട്ട് തിരുക്കൊച്ചിയിലും തിരുവനന്തപുരം, തിരുവിതാംകൂറിലുമെല്ലാം അനേകം സ്കൂളുകൾ അഭിമന്യ പിതാവ് സ്ഥാപിക്കുകയുണ്ടായി. പ്രൈമറി സ്കൂളുകളും ഹൈസ്കൂളുകളും സ്ഥാപിച്ച് ജനസമൂഹത്തെ വിദ്യാഭ്യാസപരമായി, പ്രത്യേകിച്ച് യുവതലമുറയിൽ വിദ്യാഭ്യാസത്തിൽ വളർത്തുക എന്ന വലിയ ലക്ഷ്യമായിരുന്നു മാർ യോഹന്നാനോസ് പിതാവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുനരൈക്യത്തിന് ശേഷവും ആ വലിയ ദൗത്യം അദ്ദേഹം തുടർന്നത്. 1908 മുതൽ അദ്ദേഹം സറാംപൂർ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ MD സെമിനാരിയുടെ പ്രിൻസിപ്പലായിരുന്നു. വിദ്യാഭ്യാസത്തിന് അദ്ദേഹം കൊടുത്തിരുന്ന പ്രാധാന്യം, സറാംപൂർ പഠിപ്പിക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ അവിടെ പോകണമോ എന്നുള്ള വലിയ ഒരു സംശയമുണ്ടായി. കാരണം അദ്ദേഹത്തെ അവിടെ പോകുന്നതിന് പ്രേരിപ്പിച്ചത് ഇവിടെയുള്ള ആളുകളെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ അവിടെ കൊണ്ടുപോയി സ്ത്രീകളെയും പുരുഷന്മാരെയും അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഇവിടെ നിന്ന് ആളുകളെ അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. നമുക്കറിയാവുന്നതുപോലെ അങ്ങനെയാണ് 1919 ഈ ബദനി സന്യാസി സമൂഹം ആവിർഭവിക്കുന്നത്. ഇവിടെ നിന്ന് ഏതാനും യുവാക്കളെ അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ചു, അവരെ പ്രബുദ്ധരാക്കി. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പഠിക്കാൻ മിടുക്കരായ പെൺകുട്ടികളെയും കൊണ്ടുപോയി പഠിപ്പിക്കുകയും അങ്ങനെ 1925
ബദനി സന്യാസിനി സമൂഹം സ്ഥാപിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തെ ഉദ്ധരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു നമ്മുടെ പുണ്യപിതാവ് മാർ ഇവാനിയോസ്. അങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് അഭിമന്യ പിതാവ് പ്രാധാന്യം കൊടുത്തിരുന്നത്. എല്ലാം മുന്നേ കൂട്ടി കണ്ടിരുന്ന ഒരു വലിയ വ്യക്തിയായിരുന്നു, ഒരു മഹത് വ്യക്തിയായിരുന്നു മാർ ഇവാനിയോസ് പിതാവ്. അതായത് അടുത്ത 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു വലിയ വ്യക്തിത്വം. അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങളാണല്ലോ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജും സെന്റ് മേരീസ് സ്കൂളും, അതുപോലെ പട്ടം കത്തീഡ്രലും പാളയം സെന്റ് മേരീസ് ബസലിക്കയും എല്ലാം അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്നും ഉണ്ടായ ബ്രെയിൻ ചൈൽഡ് എന്ന് നമ്മൾ പറയില്ലേ, അതാണ് യഥാർത്ഥത്തിൽ. അവിടെ ഈ സ്ഥലങ്ങളിലൂടെ, ഈ സ്ഥാപനങ്ങളിലൂടെയാണ് വലിയ മാറ്റങ്ങൾ തിരുവനന്തപുരത്തും സമീപ പ്രദേശങ്ങളിലും അവിടെ നിന്ന് കേരളം മുഴുവനും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നാം ഓർക്കുക. അദ്ദേഹം ഒരു സഭാ സ്ഥാപകൻ, സഭാസ്നേഹി മാത്രമായിരുന്നില്ല, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടെയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. സമൂഹത്തിൽ അധസ്ഥിതരായിരുന്നവരെ പ്രത്യേകം തെരഞ്ഞെടുത്ത് സഭ നടത്തുന്ന സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുകയും അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ്. ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറക്കി വിട്ടത് ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം. സമൂഹത്തിന്റെ താഴേക്കിടയിൽ കിടക്കുന്നവരെ സമൂഹത്തെ മുൻപന്തിയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം കൊണ്ടെത്തിക്കുന്നതിന് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞ ആ മഹാ വ്യക്തി അതായിരുന്നു മാർ ഇവാനിയോസ് പിതാവ്. ഒരു സാമൂഹിക പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നീ വിശേഷണങ്ങളെല്ലാം തന്നെ മാർ ഇവാനിയോസ് പിതാവിന് യോജിച്ചത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു മഹൽ വ്യക്തിയെയാണ് നാം, ആ പിതാവിനെയാണ് നാം അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരം കേന്ദ്രമാക്കി അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പദയാത്രയായി നാം നടന്നുകൊണ്ട് നീങ്ങുന്നത്. ആ പുണ്യപിതാവ് ധന്യൻ എന്ന പദവിയിൽ വരെയായിട്ടുള്ളൂ. ഇനിയും അനേകം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. വിശുദ്ധൻ എന്ന വലിയ ലക്ഷ്യം, വിശുദ്ധ പദവിയിലേക്ക് നടന്നെടുക്കേണ്ട ആ വലിയ ഒരു ലക്ഷ്യത്തില് എത്തിച്ചേരുന്നതിന് നമ്മുടെ എല്ലാവരുടെയും ത്യാഗവും പ്രാർത്ഥനയും ഉപവാസവും അതുപോലെ തന്നെ ഈ പദയാത്രയും എല്ലാം അതിനുപകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയ സഭാമക്കളെ, നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് നിങ്ങൾ, മഴയും വെയിലും, നമ്മൾ ഇറങ്ങുന്ന സമയത്തെല്ലാം മഴയാണ്. പക്ഷേ മഴയാണ് നിങ്ങൾക്ക് പറ്റിയ സമയമെന്ന് കാലാവസ്ഥയൊന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മഴ തന്നെ, ഇറങ്ങുന്ന സമയത്തെല്ലാം മഴ കിട്ടുന്നത്. സന്തോഷത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി നനഞ്ഞുകൊണ്ടാണ് നിങ്ങൾ, നിങ്ങളുടെ ശരീരത്തിൽ കിടന്നുകൊണ്ടാണ് ഈ വസ്ത്രങ്ങൾ ഉണങ്ങുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇത്രയേറെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നിങ്ങൾ ഈ പദയാത്രയിൽ പങ്കെടുക്കുന്നു. ഇനിയും 2 ദിവസങ്ങൾ കൂടി ഉണ്ടല്ലോ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന്. നിങ്ങൾ എടുക്കുന്ന ഈ വലിയ ത്യാഗത്തിന് ദൈവം പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. പോകുന്ന വഴിയിലെല്ലാം വളരെയേറെ സ്വാഗതമാണല്ലോ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുതന്നെ ഈ നാട്ടുകാര് അല്ലെങ്കിൽ ജനങ്ങൾ, പൊതുജനം എത്രത്തോളം മാർ ഇവാനിയോസിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഒരു വലിയ അടയാളമാണ്. നിങ്ങളെ പ്രതീക്ഷയോടെ കാത്തു നോക്കുന്നു എന്നതിന്റെ അടയാളമാണ്. നമുക്ക് ഈ നാടിനു വേണ്ടി പ്രാർത്ഥിക്കാം. നടന്നു നീങ്ങിക്കൊണ്ട് ഈ നാടിനു വേണ്ടി, ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്
നമ്മുടെ ലക്ഷ്യസ്ഥാനം അനുഗ്രഹങ്ങളുടെ ഉറവയായ പട്ടം കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. നിങ്ങൾ തളരരുത്, നിങ്ങൾ തളരില്ല എന്നെനിക്കറിയാം. തളരാതെ ഓരോ ദിവസവും ഊർജ്ജസ്വലമായി മുന്നോട്ട് നീങ്ങുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. മാർ യോവാനിയോസ് പിതാവിനെ കുറിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തി ഈ പ്രദേശത്തെ പദയാത്രികരായ നാം ഓരോരുത്തരെയും അനുഗ്രഹിച്ച മാവേലിക്കര ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്ത അഭിവന്യ മത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പോലിത്ത തിരുമനസ്സിനോടുള്ള കൃത്യമായ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ പദയാത്രയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മാവേലിക്കര ഭദ്രാസനത്തിന്റെ വികാരിച്ചനായ പരിബഹുമാനപ്പെട്ട ജോബ് കല്ലുളയച്ചനോടും അതോടൊപ്പം തന്നെ വന്ദരായ ജില്ലാ വികാരിയച്ഛന്മാര്, അതോടൊപ്പം തന്നെ എല്ലാ മാവേലിക്കര ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠരോടും സന്യസ്തരോടും എല്ലാ വിശ്വാസ സമൂഹത്തോടുമുള്ള കൃത്യമായ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളട്ടെ.